Hi dear students, ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇത് പാർട്ട് 3 ആണ്. എക്സസൈസ് 7.2ലെ 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ഇൻ്റഗ്രൽ 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം. ഇൻ്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്ക് രണ്ട് രൂപത്തിൽ ഇത് ചെയ്ത് നോക്കാം. ഒന്നുകിൽ നമുക്കിതിന് സബ്സ്റ്റിറ്റ്യൂഷൻ 1 പ്ലസ് എക്സ് സ്ക്വയറിന് ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അതിനേക്കാൾ ഈസി അതേ മെത്തേഡ് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫോർമുല ഡയറക്റ്റ്ലി അവൈലബിൾ ആണ്. നമുക്കറിയാം ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ്, അതായത് ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് എന്നുള്ള മോഡലിൽ ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ലോഗരിതം ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് സി എന്നാണ് ഇതിൻ്റെ ആൻസർ. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ് എഴുതാം. ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ. കണ്ടോ, 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ലോഗരിതം ഓഫ് മോഡ് ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിന് ടി എന്ന് കൊടുത്താലും ഇതേ സ്റ്റെപ്പിലേക്ക് അത് റെഡ്യൂസ് ആവും. രണ്ടും ഒരേ ലോജിക്കാണ്. ഈ ഫോർമുല വന്നിരിക്കുന്നത് തന്നെ ആ ടി കൊടുത്തുള്ള സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ റിമെമ്പർ ദിസ് ഫോർമുല ആൻഡ് റൈറ്റ് ദി ആൻസർ ഡയറക്റ്റ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ടി കൊടുത്തിട്ട് ചെയ്യാം. ഇവിടെ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാൻ ചോദ്യം ഇൻ്റഗ്രൽ ലോഗ് എക്സ് ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ് എന്നാണ്. ഞാനിവിടെ ചെയ്യുന്നത് പുട്ട് ലോഗ് എക്സ് ഈസ് ഈക്വൽ ടു ടി, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ്, 1 ബൈ എക്സ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. ഇങ്ങനെ 1 ബൈ എക്സ് ഡി എക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ ലോഗ് എക്സിന് പകരം ടി എന്നാണ്, ഇപ്പോൾ ടി സ്ക്വയർ എന്ന് എഴുതുന്നു. ഇനി ബാക്കിയുള്ള 1 ബൈ എക്സ് ഡി എക്സ്, കണ്ട് ഇവിടെ 1 ബൈ എക്സ് ഡി എക്സ് നിങ്ങൾക്ക് കാണാം. 1 ബൈ എക്സ് ഡി എക്സിന് പകരം നമുക്ക് ഡി ടി എന്ന് എഴുതുന്നു. സോ അവർ ആൻസർ ഈസ് വാട്ട്? ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി എന്നാണ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ടി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ലോഗ് എക്സ് ആണ്. സോ ലോഗ് എക്സ് ദി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3, ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എക്സ് ലോഗ് എക്സ് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഡിനോമിനേറ്ററിൽ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ ഒരു എക്സ് കോമൺ ഫാക്ടർ ഉണ്ട്. സോ ദാറ്റ് എക്സ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ദിസ് എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് ഫസ്റ്റ് നമ്മൾ മാറ്റി എഴുതുന്നു. ദെൻ എക്സ് പ്ലസ് ബ്രാക്കറ്റിന് നമ്മൾ ടി എന്ന് കൊടുക്കുന്നു. അതായത് 1 പ്ലസ് ലോഗ് എക്സിന് നമ്മൾ ടി എന്ന് കൊടുക്കുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ബൈ എക്സ് ഡി എക്സ് ഇസിക്കൽ ടു ഡി ടി എന്ന് ലഭിക്കുന്നു. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണല്ലോ. ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഇവിടെ 1 ബൈ എക്സ് ഡി എക്സ് ഉണ്ട്. ഇതാ 1 ബൈ എക്സ് ഡി എക്സ് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാം. ഇതാണ് 1 ബൈ എക്സ് ഡി എക്സ്, കണ്ട. ഇതിന് പകരം നമ്മൾ ഡി ടി എന്ന് കൊടുക്കുന്നു. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 1 ഡിവൈഡ് ബൈ ഈ 1 പ്ലസ് ലോഗ് എക്സിന് ടി എന്ന് കൊടുത്തു. ഈ ഗ്രീൻ കളറിൽ റൗണ്ട് ചെയ്തതാണ് ഡി ടി. സോ 1 ബൈ ടി ഡി ടി എന്നായിട്ട് മാറുന്നു. 1 ബൈ ടിയുടെ ഇൻ്റഗ്രൽ നമുക്കറിയാം ലോഗ് മോഡ് ടി പ്ലസ് സി എന്നാണ്. അവസാനം നമ്മൾ ഈ ടിയെ അതിൻ്റെ ഒറിജിനൽ വാല്യൂമായി റീപ്ലേസ് ചെയ്യുന്നു. 1 പ്ലസ് ലോഗ് എക്സ് ആണല്ലോ ടി, പ്ലസ് സി എന്ന് എഴുതുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4, സൈൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇൻ്റഗ്രൽ സൈൻ ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ കോസ് എക്സിനാണ് ടി എന്ന് കൊടുക്കുന്നത് കേട്ടോ. പുട്ട് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി, പുട്ട് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. നമുക്ക് ആവശ്യമുള്ളത് സൈൻ എക്സ് ഡി എക്സ് ആണ്, നെഗറ്റീവ് ഇല്ല. സോ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡി ടി എന്ന് എഴുതുന്നു. അത്രയും കാര്യങ്ങൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുവന്നാൽ ദിസ് ഇൻ്റഗ്രേഷൻ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ അതാ ആദ്യം ഞാൻ ഈ ടി വരുന്ന ഭാഗമാണ് ആദ്യം എഴുതുന്നത്. സൈൻ ഓഫ് കോസ് എക്സ് അല്ലേ, സൈൻ ഓഫ് കോസ് എക്സിന് ടി എന്ന് കൊടുത്തിട്ടുണ്ട്. സൈൻ ഓഫ് ടി ഇൻറ്റു ഇനി ബാക്കി നിങ്ങൾ കാണുന്നത്
സൈൻ എക്സ് ഡി എക്സ് ആണ്. സൈൻ എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്തെഴുതാം? സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി എന്ന് എഴുതാം. മൈനസ് ഡി ടി. അപ്പോൾ മൈനസ് ഞാൻ ഇവിടെ ബാക്കിലാണ് എഴുതുന്നത് കേട്ടോ, ഇൻ്റഗ്രേഷൻ്റെ ബാക്കിൽ മൈനസ് ഡി ടി. ഇനി മൈനസ് സൈൻ ടിയുടെ ഇൻ്റഗ്രൽ, സൈൻ ഫംഗ്ഷൻ്റെ സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം മൈനസ് കോസ് എക്സ് ആണ്. മൈനസ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ കോസ് എക്സ് ആണ്. സോ മൈനസ് സൈൻ ടിയുടെ ഇൻ്റഗ്രൽ സിംപ്ലി കോസ് ടി പ്ലസ് ഇ ആണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണല്ലോ. സോ ദ ആൻസർ ഈസ് കോസ് ടി. ടി ഈസ് ആക്ച്വലി വാട്ട്? കോസ് എക്സ്. കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി ഈസ് ദി ഫൈനൽ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോകുന്നു. സൈൻ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് ഇൻ്റഗ്രൽ സൈൻ ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് ബി ഡി എക്സ്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് സൈൻ ഓഫ് എക്സ് പ്ലസ് ബിക്ക് ടി എന്ന് കൊടുക്കുന്നു. ഓക്കെ, സൈൻ ഓഫ് എക്സ് പ്ലസ് ബി ഈക്വൽ ടു ടി. പുട്ട് സൈൻ ഓഫ് എക്സ് പ്ലസ് ബി ഈക്വൽ ടി. നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ്, ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു എ, ഇതാണ് ചെയിൻ റൂൾ. ഓക്കെ, കോസ് ഓഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു എ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ടി. നമുക്ക് ആവശ്യമുള്ളത് കോസ് ഓഫ് എക്സ് പ്ലസ് ബി മാത്രമേ ആവശ്യമുള്ളൂ. കോസ് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് ആണ് ക്വസ്റ്റ്യനിലുള്ളത്. ഇറ്റ് ഈസ് ഡി ടി ഡിവൈഡഡ് ബൈ എ, അല്ലെങ്കിൽ 1/a ഡി ടി. ഇങ്ങോട്ട് വന്നാൽ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ ഓഫ് എക്സ് പ്ലസ് ബി ടി എന്ന് കൊടുത്തു. ടി വരുന്ന ഭാഗം ആദ്യം എഴുതി, ബാക്കി കോസ് ഓഫ് എക്സ് പ്ലസ് ബി ഡി എക്സ്. അതിന് പകരം നമുക്ക് ഡി ടി ബൈ എ എന്ന് എഴുതാം. ഡി ടി ഡിവൈഡഡ് ബൈ എ, ഡി ടി ഡിവൈഡ് ബൈ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ആദ്യം ഞാൻ 1/a എഴുതി, 1/a കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇൻ്റഗ്രൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് സി, ഫിനിഷ്ഡ്. അവസാനം നമ്മൾ ടിയുടെ വാല്യൂ മാറ്റി എഴുതുന്നു. ടി ഈസ് വാട്ട്? സൈൻ ഓഫ് എക്സ് പ്ലസ് ബി. സോ സൈൻ ഓഫ് എക്സ് പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ, സൈൻ ഓഫ് എക്സ് പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2a, 2. ഓക്കെ, 2a ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, പ്ലസ് സി കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി ഡി എക്സ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നു. എ എക്സ് പ്ലസ് ബി റേസ് ടു ഹാഫ് ആണല്ലോ ഇത്. ഓക്കെ, ഇതിന് എക്സ്പൊണൻഷ്യൽ ഫോം എന്ന് പറയുന്നത് റേസ് ടു ഹാഫ് ആണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. ഓക്കെ, സ്ക്വയർ റൂട്ട്. അപ്പോൾ എക്സ് റേസ് ടു എന്നിൻ്റെ ആൻസർ നമുക്കറിയാം. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഹാഫ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഹാഫ് പ്ലസ് 1 പ്ലസ് സി. ഹാഫ് പ്ലസ് 1 ഈസ് നത്തിങ് ബട്ട് 3/2. സോ ദിസ് ഈസ് ഓൾസോ 3/2. അപ്പോൾ 2/3 എ എക്സ് പ്ലസ് ബി റേസ് ടു 3/2 പ്ലസ് സി. ഹാഫ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. സോ ദിസ് ഈസ് 3/2. താഴെയും 3/2 വരും. ആ 3/2 നമ്മൾ റെസിപ്രോക്കലാക്കി എഴുതിയതാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഡി എക്സ് ആണ് ചോദ്യം. നമുക്കിവിടെ പുട്ട് റൂട്ടിനകത്തുള്ള ഫംഗ്ഷന് നമുക്ക് ടി എന്ന് കൊടുക്കാം. പുട്ട് എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു ടി. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ഡി എക്സ്, ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് തന്നെ കിട്ടും. പക്ഷേ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് 2 എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. കാരണം ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലോ. നമ്മൾ കംപ്ലീറ്റും ടിയിലേക്ക് ഈ ക്വസ്റ്റിനെ ചേഞ്ച് ആക്കുന്നു. കംപ്ലീറ്റ് ടിയിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതിയാൽ എക്സ് ഈസ് ടി മൈനസ് 2. എക്സിന് പകരം നമ്മൾ ടി മൈനസ് 2 എന്ന് എഴുതുന്നു. റൂട്ട് എക്സ് പ്ലസ് 2ന് പകരം റൂട്ട് ടി എന്ന് എഴുതുന്നു. ഡി എക്സിന് പകരം നമ്മൾ ഡി ടി എന്ന് എഴുതുന്നു. അപ്പോൾ ചോദ്യം കംപ്ലീറ്റ് ടിയിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ടി റേസ് ടു 1, ടി റേസ് ടു ഹാഫ്. സാധാരണ എക്സ്പൊണൻഷ്യൽ റൂൾസ് ടി റേസ് ടു 1, ടി റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1 പ്ലസ് 1/2, 3/2 ആയിരിക്കും. ടി റേസ് ടു 3/2 മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു ഹാഫ്. നമ്മൾ ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് റാഡിക്കൽ ഫോമിന് പകരം നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫോം എഴുതിയതാണ് കേട്ടോ. എക്സ്പൊണൻഷ്യൽ ഫോം എഴുതി. കാരണം നമുക്ക് എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രേഷൻ ആണല്ലോ അറിയാം, n+1/n+1. സോ അതിവിടെ അപ്ലൈ ചെയ്യുന്നു. ടി റേസ് ടു 3/2ൻ്റെ ആൻസർ, ഇൻ്റഗ്രേഷൻ ആൻസർ 3/2 + 1. നമുക്ക് സൈഡിൽ നോക്കാം. 3/2 + 1 എന്ന് പറഞ്ഞാൽ 5/2 ആണല്ലോ, 5/2. സോ ദ ആൻസർ ഈസ് ടി റേസ് ടു 5/2 ഡിവൈഡഡ് ബൈ 5/2 മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു ഹാഫ് പ്ലസ് 1. ഹാഫ് പ്ലസ് 1 ഇവിടെ ഉണ്ട്. ഹാഫ്
പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. ടി റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. ഇനി നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ലാസ്റ്റ് എഴുതും. ഈസ് ഈക്വൽ ടു ടിയെ മാറ്റി എഴുതുന്നു. ഈ 5/2 പകരം 2/5 എന്ന് എഴുതി. ടി വാട്ട് ഈസ് ടി? എക്സ് പ്ലസ് 2. എക്സ് പ്ലസ് 2 റേസ് ടു 5/2 മൈനസ് ഈ 2 ഈ 2ൻ്റെ കൂടെ ചേർന്നാൽ 4/3 ടി എക്സ് പ്ലസ് 2 റേസ് ടു 3/2 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ശ്രദ്ധിക്കണം ആർക്കാണ് ടി കൊടുക്കേണ്ടത്. ഏത് ഫംഗ്ഷന് ടി കൊടുത്താലും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡിഫറൻഷ്യേറ്റ് ചെയ്ത ആ ടേമോ അതിന് സമാനമായ ടേംസോ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തായാലും ഉണ്ടായിരിക്കും. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക എന്നൊരു ഡ്യൂട്ടിയാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ത്രൂ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവും ഏതിനാണ് ടി കൊടുക്കേണ്ടത് എന്ന്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ. ബാക്കി ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത ഒരു സെഷനിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു, ജയ് ഹിന്ദ്.